കലാകാരന്മാർ തമ്മിലുള്ള ഈഗോകളെക്കുറിച്ച്, അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഇതിനു മുൻപും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കലാകാരനും രാഷ്ട്രീയക്കാരനും, അതായത് കലാകാരനും രാഷ്ട്രീയക്കാരനുമായ സുരേഷ് ഗോപിയും ഗാനരചയിതാവും കവിയുമായ ശ്രീകുമാരൻ തമ്പിയും തമ്മിലുള്ള ചില ഉരസലുകൾ, ചില സൗന്ദര്യ പിണക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് ശ്രീകുമാരൻ തമ്പിക്ക് കേരള സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകിയത്. ലോക്സഭയിൽ ഒരു പാട്ട് പാടുന്നു സുരേഷ് ഗോപി. ഈ പാട്ടിൻ്റെ എഴുത്തുകാരനെ സുരേഷ് ഗോപി മനഃപൂർവ്വം പറഞ്ഞില്ല, അല്ലെങ്കിൽ ഈ പാട്ട് എഴുതിയത് ആരാണ് എന്ന് സഭയിൽ വെളിപ്പെടുത്തിയില്ല, അത് തികഞ്ഞ അനീതിയാണ് എന്നാണ് ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ശ്രീകുമാരൻ തമ്പിയെപ്പോലെ ഒരു മഹാനായ ഗാനരചയിതാവിനെ, കവിയെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് ലോക്സഭയിലല്ല ലോകത്തെവിടെയാണെങ്കിലും പ്രതിപാദിക്കാം. അത് സുരേഷ് ഗോപി എന്ന സഹമന്ത്രി, കേരളത്തിലെ ഒരു MP ചെയ്യാത്തതെന്ത് എന്ന് പലരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തത് അനീതിയാണ്, അല്ലെങ്കിൽ നീതികേടാണ് എന്ന അഭിപ്രായമാണ് പലരും ഉന്നയിക്കുന്നത്. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി കൂടി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത് വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വഴി തുറക്കും എന്നാണ് സൂചനകൾ. കേരളം കേരളം എന്ന പാട്ടുപാടിയ സുരേഷ് ഗോപി, സഹമന്ത്രി സുരേഷ് ഗോപി ഗാനരചയിതാവായ തൻ്റെ പേര് പരാമർശിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തൻ്റെ പേര് സുരേഷ് ഗോപിയുടെ നാവിന് വഴങ്ങില്ലായിരിക്കും എന്ന് ശ്രീകുമാരൻ തമ്പി വിമർശന സ്വരത്തിൽ പറഞ്ഞു. സുരേഷ് ഗോപി ആദ്യമായി ഒരു സിനിമയിൽ നായകനാക്കിയത് തൻ്റെ ആവശ്യപ്രകാരമായിരുന്നു എന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നു. സുരേഷ് ഗോപിയുടെ മറവി രോഗം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ശ്രീകുമാരൻ തമ്പിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി പാർലമെന്റിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനിടയിൽ കേരളം കേരളം അതുപോലെ കേളികെട്ടുയരുന്ന കേരളം എന്ന പാട്ടുപാടി. MT വാസുദേവൻ നായർ, ജോൺസൺ, വയലാർ, G ദേവരാജൻ തുടങ്ങിയ മലയാളികളായ പ്രഗത്ഭരെ അനുസ്മരിച്ച് സാഹിത്യത്തിലും സംഗീതത്തിലുമുള്ള തന്റെ താല്പര്യം സുരേഷ് ഗോപി വെളിവാക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം പാടിയ കേരളം കേരളം എന്ന പാട്ട് എഴുതിയ ശ്രീകുമാരൻ തമ്പി എന്ന അടിയന്റെ പേര് പറയാൻ തയ്യാറായില്ല. ഒരുപക്ഷെ എൻ്റെ പേര് അദ്ദേഹത്തിന്റെ നാവിന് വഴങ്ങില്ലായിരിക്കും. പകരം ഒരു മഹാകവി എന്ന ലേബലിൽ എന്നെ ഒതുക്കി. പാട്ട് പാടുന്നതിന് മുൻപ് വയലാർ, ദേവരാജൻ എന്നീ പേരുകൾ പറഞ്ഞതിൽ നിന്ന് ഈ ഗാനവും വയലാർ തന്നെ എഴുതിയതാണ് എന്ന് ജനങ്ങൾ ധരിച്ചോട്ടെ എന്ന് ആ ശുദ്ധഹൃദയൻ വിചാരിച്ചു കാണും എന്ന് പരിഹാസരൂപേണ പ്രതികരിക്കുന്നു കവി ശ്രീകുമാരൻ തമ്പി. കേരളത്തെക്കുറിച്ചുള്ള ഒരു മികച്ച ഗാനമായി എല്ലാ മലയാളികളും അംഗീകരിച്ചിരിക്കുന്ന ഈ ഗാനത്തിന്റെ രചയിതാവായ എൻ്റെ പേര് ആ നല്ല അവസരത്തിൽ പറയാതിരിക്കാൻ സുരേഷ് ഗോപിക്ക് 2-3 കാരണങ്ങൾ ഉണ്ട്. മോഹൻലാലിനെ നായകനാക്കി ഞാൻ സ്വന്തമായി നിർമ്മിച്ച് സംവിധാനം ചെയ്ത യുവജനോത്സവം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അതുവരെ ചെറിയ വേഷങ്ങളിൽ മാത്രം അഭിനയിച്ചിരുന്ന സുരേഷ് ഗോപിയെ താൻ പ്രധാന വില്ലനാക്കി. നായകനാകാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതി IB ശശി സംവിധാനം ചെയ്ത അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയെ നായകനാക്കണം എന്ന് അന്ന് പ്രശസ്തനായ ഒരു യുവനായകനായിരുന്നു IB ശശിയുടെ മനസ്സിൽ. എന്നാൽ എൻ്റെ അഭ്യർത്ഥന മാനിച്ച് ശശി സുരേഷ് ഗോപിയെ നായകനാക്കി. അക്ഷരത്തെറ്റ് റിലീസായ ദിവസം സുരേഷ് ഗോപിയുടെ അമ്മ കൊല്ലത്തെ ഒരു തിയേറ്ററിൽ സിനിമ കണ്ടതിന് ശേഷം എന്നെ ഫോണിൽ വിളിച്ച് ആ കുടുംബത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു എന്ന് പ്രതികരിക്കുന്നു ശ്രീകുമാരൻ തമ്പി. സിനിമയിലും അതുപോലെ സാഹിത്യത്തിലുമൊക്കെ ഇത്തരം സംഭവങ്ങൾ പതിവാണ്. ഈഗോകൾ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. സ്വന്തം പേര് പറഞ്ഞില്ലെങ്കിൽ, സ്വന്തം പേര് അച്ചടിച്ചില്ലെങ്കിൽ, സ്വന്തം മുഖം ഒരു പോസ്റ്ററിൽ കാണിച്ചില്ലെങ്കിലൊക്കെ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ശ്രീകുമാരൻ തമ്പിയെപ്പോലെ ഒരു വ്യക്തി, അദ്ദേഹത്തെ തീർച്ചയായിട്ടും പരാമർശിക്കേണ്ടതായിരുന്നു. സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തെ അറിയാത്തതല്ല. സുരേഷ് ഗോപിക്ക് അദ്ദേഹം ആരാണ് എന്നറിയാം. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ശ്രീകുമാരൻ തമ്പി ഇന്ന് ജീവിച്ചിരിക്കുന്ന മലയാള സിനിമയുടെ അത്യപൂർവ പ്രതിഭകളിൽ ഒരാളാണ് ശ്രീകുമാരൻ തമ്പി, ഒരു സംശയവുമില്ല. ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ട് വെട്ടിമാറ്റി അത് ഒതുക്കുമ്പോൾ സച്ചിദാനന്ദൻ, K സച്ചിദാനന്ദൻ എന്ന ഒരു കവിയുണ്ട്. അയാളോടുള്ള നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് വാർത്തകളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും വന്നത് ഇന്നും ഓർക്കുന്നു. എന്തായാലും കേരളം കേരളം എന്ന മനോഹരമായ പാട്ട് എഴുതിയത് ശ്രീകുമാരൻ തമ്പി എന്ന മഹാകവിയാണ്, മഹാനായ കവിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാത്തതിൽ അദ്ദേഹത്തിനുണ്ടായ ദുഃഖവും വേദനയും തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. മന്ത്രിയായാലും ശരി, കലാകാരനായാലും ശരി, ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ അത് വിമർശനങ്ങൾക്ക്, പരാതികൾക്ക് വഴിയൊരുക്കും എന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് മനസ്സിലായി വരുന്നതേ ഉള്ളൂ. അദ്ദേഹം അത് മനസ്സിലാക്കി പ്രവർത്തിക്കും എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു.